നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രവാസികളേറെ നടുക്കിക്കൊണ്ടാണ് ആ വാർത്ത പുറത്തേക്ക് വരുന്നത്. യുക്രൈന്റെ ബോയിങ് 737-800 വിമാനം 180 യാത്രക്കാരുമായി ടെഹ്റാനിലെ ഇമാം ഖൊമൈനി വിമാനത്താവളത്തിൽ നിന്ന് യുക്രൈൻ തലസ്ഥാനമായ കീവിലേക്ക് പ്രാദേശിക സമയം രാവിലെ 6:12 പുറപ്പെട്ട വിമാനമാണ് തകർന്നിരിക്കുന്നത്. സാങ്കേതിക തകരാറാണ് വിമാനം തകരാൻ ഇടയാക്കിയതെന്നാണ് ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. യുക്രൈൻ ഇന്റർനാഷണൽ എയർലൈൻസിന്റെ വിമാനമാണ് ഇതിനോടകം തന്നെ തകർന്നതായുള്ള വാർത്ത പുറത്തേക്ക് വന്നത്. യാത്ര തുടങ്ങി 8 മിനിറ്റിനുള്ളിൽ വിമാനം തകർന്നതായാണ് ഫ്ലൈറ്റ് ട്രാക്കിംഗ് വെബ്സൈറ്റുകൾ സൂചിപ്പിക്കുന്നത്. യുക്രൈന്റെ ബോയിങ് 737-800 വിമാനം ഇറാനിൽ ടേക്ക് ഓഫിന് തൊട്ടു പിന്നാലെയാണ് തകർന്നത്. വിമാനത്തിലുണ്ടായിരുന്ന യാത്രക്കാരും മറ്റ് വിമാന ജീവനക്കാരും ഉൾപ്പെടെ 170 പേരും അപകടത്തിൽ മരിച്ചതായി പ്രാദേശിക വൃത്തങ്ങളെ ഉദ്ധരിച്ച് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. അതേസമയം വിമാനത്തിൽ യാത്രക്കാരും വിമാന ജീവനക്കാരും ഉൾപ്പെടെ 180 പേരുണ്ടായിരുന്നെന്നാണ് ചില ഇറാൻ മാധ്യമങ്ങൾ സൂചിപ്പിക്കുന്നത് തന്നെ. ബുധനാഴ്ച പുലർച്ചെ ഇറാഖിലെ US വ്യോമതാവളത്തിലേക്ക് ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണങ്ങൾക്ക് തൊട്ടു പിന്നാലെയാണ് വിമാന ദുരന്തത്തിന്റെ വാർത്തയും പുറത്തേക്ക് വരുന്നത്. വിമാനം തകർന്നു വീഴുന്നതിൻ്റെതെന്ന് കാട്ടി ഇസ്ന വാർത്താ ഏജൻസി വീഡിയോയും പുറത്തുവിട്ടു. തകർന്ന വിമാനത്തിന് 4 വർഷം മാത്രമാണ് പഴക്കമുള്ളത്. മരണസംഖ്യ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടുമില്ല. അതിനാൽ തന്നെ ഏറെ നടക്കുന്നതായുള്ള വിവരമാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. ഇറാൻ അമേരിക്ക സംഘർഷങ്ങളെ തുടങ്ങി ഗൾഫ് മേഖല ഇപ്പോൾ കൂടുതൽ ജാഗ്രത പുലർത്തുകയാണ്. അതിന് തൊട്ടു പിന്നാലെയാണ് യുക്രൈന്റെ ബോയിങ് 737-800 വിമാനം ഇറാനിൽ തന്നെ തകർന്നതായുള്ള വാർത്തയും പുറത്തേക്ക് വരുമ്പോൾ ഏറെ ഞെട്ടലുളവാക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.